അമ്മ പറഞ്ഞു നീ എറണാകുളത്ത് പോയെന്ന്. വീട്ടിലൊരു താമ്രപത്രം കിടക്കണ്ടെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടും വണ്ടി ഫ്രീ ആയി കേട്ടില്ലല്ലോ. അമ്മ ഒരുപാട് സഹിക്കണുണ്ട്. ഞാനിനി അങ്ങോട്ട് പോയിക്കോട്ടെ, അവിടെ ശാരദേച്ചിക്ക് ആരുമില്ല. ഓ പൊയ്ക്കോ. ആ പിന്നെ ശാരദച്ചോട് പറ ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഒന്നിങ്ങോട്ട് എഴുന്നള്ളിയ വളം ഒരു പോകുന്നില്ലാന്ന്. ആ നിക്ക്. കുറച്ചു ദിവസം നീ ഇവിടെ നിന്നത് വലിയ ഉപകാരമായി. അയ്യോ ഇതെന്തിനാ? വെച്ചോ, നീയും കുറെ ബുദ്ധിമുട്ടിയതല്ലേ. വേണ്ട വേണ്ട, ഹേയ് ഞാൻ വാങ്ങില്ല. ഒഴിവുള്ളപ്പോഴൊക്കെ ഞാൻ വരാം. പാവം. സാബി ചേച്ചി വന്നിട്ടുണ്ട്, അവരുടെ കൂടെ പണിക്ക് ആളുണ്ട്. പ്രഭാകരൻ മാഷില്ലേ? കുറച്ച് വെള്ളം. ഗുരുവായൂരിന്ന് തൊഴുതു മുടങ്ങുമ്പോ കുറുപ്പും ദാസം വരും. പലഹാരത്തിനുള്ള അരി അടിച്ചോ? അവരുടെ കൂടെ ചിലപ്പോ എനിക്ക് തൃശ്ശൂർ വരുന്ന പോകേണ്ടി വരും. പോണതിന് മുമ്പേ അപ്പുറത്തെ വല്യമ്മ ഒന്ന് പോയി കാണുന്നില്ലേ? സ്വന്തക്കാരെക്കാളും നമ്മളെ സ്നേഹമുള്ളതാ ആ വല്യമ്മ. ദണ്ണും കേടുള്ള വീട്ടിൽ അയലക്കാർ കയറണത് ഒരു നാട്ടു നടപ്പാണ്. അറിയില്ലേ ആവോ? പ്രഭാരൻ സാർ ഉണ്ടാവും അവിടെ. അയാളേതോ പ്രൈവറ്റ് കോളേജിലെ മാഷല്ലേ? പ്രൊഫസർ. ഇപ്പൊ കയറി 3 വർഷം കഴിയുമ്പോ എല്ലാരും പറയും പ്രൊഫസർ. മൂത്തവൾ ഇപ്പോഴും അകത്ത് സുഖവാസം അല്ലേ? നിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്. വന്നിട്ടുണ്ട്. ജീവപര്യന്തം ഇത്ര വേഗം തീർന്നു? പുള്ളിയെ സൂത്രത്തിൽ നിങ്ങോട്ട് വിളിക്കും. എന്റെ ഫ്രണ്ട്സിനൊന്ന് കാട്ടിക്കൊടുക്കാല്ലോ. പറയുന്നത് കേട്ടാ തോന്നും 2 തലയുള്ള വല്ല അത്ഭുത ജീവിയുമാണെന്ന്. അവള് ശരിക്കൊരു പാവ. പാവം പെണ്ണുങ്ങളല്ലേ മുഴുവൻ ജയിലിൽ പോകുന്നത്. പിന്നെ ഒരു കാര്യം, ഫ്രണ്ടാണ്, നെയ്ബറാണ്, അതൊക്കെ ശരി. കൂട്ടുകെട്ട് വേണ്ട. കേസും വകുപ്പ് ഇത് വേറെയാ. എന്താ അവളുടെ പേര്? ഓർമ്മയില്ലേ? ആ വിലാസത്തിൽ എനിക്കൊരു 100 കത്തെങ്കിലും അയച്ചിട്ടുണ്ടാവും കല്യാണത്തിന് മുൻപ്. ഇനി എന്റെ പേര് മറന്നു പറയുമോ ആവോ? വേഗം 3 നാൾ കൂടി ഭക്ഷണം തയ്യാറായിക്കും. ഇപ്പൊ അറിയാത്തവര് കണ്ട ഞാനാ മൂത്തതെന്ന് പറയും. അമ്മയ്ക്ക് അധികം ഇല്ലല്ലോ, വലിയ വ്യത്യാസമില്ല. പ്രഭാകരൻ നായർ വന്നിട്ടില്ലേ? ഉവ്വ്. ഇതാരാ? ഒഴിഞ്ഞു കളയേണ്ടി വരും ഉണ്ണൂലമ്മയ്ക്ക് പേടി മാറാൻ. വല്യമ്മയ്ക്ക് നീന്താൻ അറിയോ? നീന്തലിൽ ഫസ്റ്റ് എപ്പോഴും നിന്റെ അമ്മയാണ്. ചോദിച്ചു നോക്ക്. ചേച്ചി, അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും വെവ്വേറെ സ്ഥലത്താ? അറിയാൻ ചോദിക്കുക. വകുപ്പുണ്ടാക്കിയത് നീയാണ്. ആ വക കാര്യങ്ങൾ ചോദിക്കരുതെന്ന്. തെറ്റിക്കുന്നത് നീ തന്നെ. സത്യം ചേച്ചി, ഞാൻ ചിലപ്പോഴൊക്കെ രാത്രി കിടക്കുമ്പോ വിചാരിക്കും, ചേച്ചി എന്തിലാ കിടക്കണേ, എന്താഹാരാ കഴിക്കണേ എന്നൊക്കെ. ഇപ്പൊ നമ്മൾ രണ്ടാളും മാത്രല്ലേ ഉള്ളൂ. എന്തിനാ ഇതിനൊക്കെ ചേച്ചി പോയത്? നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ ചേച്ചിക്കാവോ? എന്നിട്ട് എന്ത് നേടി? എന്തെങ്കിലും നേടിയോ? പിന്നെന്തിനാ ഇതിനൊക്കെ ചാടി പുറപ്പെട്ടത്? അത് പറയൂ. അത് നിനക്ക് മനസ്സിലാവില്ല. പഠിക്കുന്ന കാലത്ത് ഇത് തന്നെ പറയാറ്. നിനക്ക് മനസ്സിലാവില്ല. എനിക്കിനി മനസ്സിലാകണമെന്നില്ല. നോക്കുമല്ലേ, എനിക്ക് ആ പൂ പൊടിച്ചു തരുമോ? വിടണ്ട. ചെറുപ്പത്തിലേ മരം കയറാൻ എക്സ്പെർട്ട് ആയിരുന്നു നിന്റെ വല്യമ്മ. ചെല്ല്.
അതാ അവിടെ ഒന്ന്. ഇപ്പോഴോ? ഇവളോട് തോറ്റു കൊടുത്തില്ലെങ്കിൽ ഇന്ന് മുഴുവനും മുഖം ഏർപ്പിച്ച് നടക്കില്ലേ? നഗ്നവാനം എത്തി ഇന്നരെ. അസത്ത് പെണ്ണുങ്ങളുടെ കടവില ഏതു നേരം. തിരുമേനി, ആണുങ്ങളുടെ കടവ് അപ്പുറത്താണ്. എഴുതി വെച്ചിട്ടുണ്ടോ? കണ്ടില്ല. മതി ചേച്ചി, ആരൊക്കെ വരുന്നുണ്ട്. വരട്ടെ, ആളുകൾ കാണാൻ തന്നെയല്ലേ. എന്തൊക്കെയാ എഴുതി കൂട്ടുന്നേ? നിനക്ക് മനസ്സിലാവില്ല, നീ കിടന്നുറങ്ങിക്കോ. സാറ് തോറ്റ് തുന്നം പാടി. വല്ലതും കിട്ടിയോ? ഈ ടൈപ്പ് ഒന്ന് ഞാൻ വായിച്ചു, ബോറായിരുന്നു. പെണ്ണുങ്ങളുടെ വീരവാദമല്ലേ? ബോറായി തോന്നേണ്ടത് ഞങ്ങൾക്കാ. സ്റ്റുപ്പിഡാണ് ഇവരുടെ വിമൻസ് ലീഗ് വാദം. ബേൺ ദി ബ്ര, നല്ല മുദ്രാവാക്യം. ബ്രേസർ കത്തിച്ചത് കൊണ്ട് വിപ്ലവമാകുമോ? വിപ്ലവത്തിന് തടസ്സം നിൽക്കുന്നത് ബ്രേസർ ആണല്ലോ. ഈ ചേച്ചി എന്തൊക്കെയായി പറയണേ? നിനക്ക് മനസ്സിലാവില്ല. അതൊരു സിമ്പലായി കണ്ടാൽ മതി, പാരമ്പര്യത്തിന്റെ സിമ്പൽ. നമ്മുടെ ദരിദ്ര രാജ്യത്തിന്റെ കോണ്ടക്സിൽ പറഞ്ഞു പറഞ്ഞ് ദരിദ്ര രാജ്യം എന്നത് നാടിനൊരു ഭൂഷണമാണെന്ന് തോന്നുന്നു. ഇറ്റ്സ് എ ഫാക്ട്. അതെ, ദാരിദ്ര്യം നിലനിർത്തലാണ് എല്ലാവരുടെയും ആവശ്യം, സാറിനടക്കം. വാട്ട് ഡു യു മീൻ? സഹതാപം കാട്ടി ഹൃദയവിശാലതയുണ്ടെന്ന് സ്ഥാപിക്കാൻ താഴെ ദാരിദ്ര്യം കാണണ്ടേ? സാറടക്കമുള്ള ബുദ്ധിജീവികൾക്കും. യു ആർ ദി ലിമിറ്റ്. ഒറ്റ ഗെയിം കൂടി. ചേച്ചി പുസ്തകം കണ്ടിരിക്കട്ടെ. ഒറ്റ ഗെയിം, കളി നടക്കട്ടെ. ജയിച്ചില്ലെങ്കിൽ അവളിൽ നിന്ന് മുനിയും. തോറ്റു കൊടുക്കണം വീണ്ടും. ഓ, അങ്ങനെ ആരുടെ ഔദാര്യൊന്നും വേണ്ട. വരൂ. ഓക്കെ.
രാക്ഷസന്റെയോ രാജകുമാരിയുടെയോ കഥ അറിയാ വല്യമ്മയ്ക്ക്. കല്യാണം കഴിച്ചൊരു കുട്ടിയൊക്കെ ആയ ചേച്ചിയുടെ ഈ ഭ്രാന്തൊക്കെ മാറും. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. പഠിക്കുന്ന കാലത്ത് നല്ല നല്ല ആലോചനകൾ പലതും വന്നു. അമ്മ കൂടി നിർബന്ധിച്ചു. കല്യാണം വേണ്ട, ഇനിയും പഠിക്കണം എന്നായിരുന്നു അന്നത്തെ വാശി. ജോലി ആയപ്പോഴും ഒന്ന് രണ്ട് കേസ് വന്നു. പറയാൻ എളുപ്പം, എല്ലാം അറിഞ്ഞോണ്ട് ആര് വരാനാ അല്ലേ? ആ, കിടക്കാറായില്ലേ? ഇന്ദിരേ, സാവിത്രി, ഇന്ദിരേ. യായസി ചേത് കർമ്മണസ്ഥേ മതാ പുത്രജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ വ്യാമിശ്രലേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹവന്യാം. എപ്പോഴേ? ഇന്നലെ രാത്രി പത്രക്കാരെ വിളിച്ചു പറഞ്ഞു. ആരെങ്കിലും വരില്ലേ? മാതൃഭൂമിക്കാരൊരു മുഖപ്രസംഗം എഴുതും ഇല്ലേ? വേണ്ടതാണ്. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കമ്പി അടിക്കണ്ടേ? അവര് പത്രങ്ങൾക്ക് അനുശോചനം കൊടുക്കാതിരിക്കില്ല. പിന്നെ പഴയ റിക്കാർഡിലൊക്കെ ഉള്ള ആളല്ലേ. മോഹൻദാസ് എത്തിയ സ്ഥിതിക്ക് ഇനി ആരും കാക്കാനില്ലല്ലോ. ദഹനത്തിന്റെ ഏർപ്പാട് നോക്കാം. ശരിയാ. അവസാനം വരെ ബോധം ഉണ്ടായിരുന്നു. അധികം കിടന്ന് കഷ്ടപ്പെട്ടില്ല. അത് തന്നെ ഭാഗ്യം. ഇന്നിലേക്കും വരാൻ സാധിച്ചു. ദൈവാധീനം. അത് അറിഞ്ഞിരുന്നു വെച്ചാ വണ്ടിക്കൂലി കാശ് ഒഴിവാക്കില്ലായിരുന്നു ഞാൻ. ഗംഗാ സ്നാനം ചെയ്ത് പിന്നം വെച്ചാൽ മതിയായിരുന്നു എനിക്ക്.
പോയി. മനസ്സില് ഇവിടെ ഉള്ളവർ മുഴുവൻ കുട്ടിയെ ശമിച്ചിട്ടുണ്ട്. അന്യനാണെങ്കിലും ഞാനും. പക്ഷേ ഒരിക്കലും ഒരു കറുത്ത വിചാരം തോന്നാത്ത ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അമ്മ. നാപ്പത്തേഴ് കൊല്ലം അവരുടെ ഒരു നിഴലായിട്ട് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് 47 കൊല്ലമായി. വയ്യാണ്ട് കിടക്കുമ്പോഴും അവരെ ഒന്ന് കണ്ടാൽ ഒരു സന്തോഷം, ഞാനും ജീവിച്ചിരിക്കുന്നല്ലോ എന്ന്. ഒരു സമാധാനം തോന്നാൻ അവരെ ദിവസം ഒന്ന് കാണണം, ഒരു നേരമെങ്കിലും. ഇനി ആരാ എനിക്കുള്ളത്? വീണ്ടും ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്താൻ വന്നതല്ല. ഒപ്പിടാൻ ഇന്ന് സ്റ്റേഷനിൽ പോകണമെന്നില്ല. ഞാൻ ഇൻസ്പെക്ടറെ കണ്ടു പറഞ്ഞു. പെരോളിന്റെ വ്യവസ്ഥകൾ അറിഞ്ഞു. ഇനി 10 ദിവസം, 10 നല്ല ദിവസങ്ങൾ ഉണ്ടാകട്ടെ. വേറെന്ത് പറയാൻ?